Today we are going to discussing about vertical transportation. Vertical transportation കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് 4 മോഡ് ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണുള്ളത്. ഒന്ന് സ്റ്റെയർ, 2 എസ്കലേറ്റേഴ്സ്, 3 ലിഫ്റ്റ് അല്ലെങ്കിൽ എലവേറ്റേഴ്സ്, 4th വൺ റാമ്പ്. ഇതൊക്കെയാണ് മോഡ് ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെയർ ആണ്. സ്റ്റെയർ കേസും അതിൻ്റെ ലൊക്കേഷൻസും ഷുഡ് പ്രൊവൈഡ് ഈസി ആക്സസ് ടു ഓൾ ഇൻ ദി ബിൽഡിംഗ്. അതായത് ബിൽഡിങ്ങിൽ നിന്ന് ഏതൊരു ഭാഗത്തു നിന്നും ഈസി ആയിട്ടുള്ള ആക്സസ് കിട്ടാനുള്ള രീതിയിലായിരിക്കണം സ്റ്റെയർ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു റൂമിനുള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സ്റ്റെയർ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈസി ആക്സസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈസി ആക്സസ് കിട്ടുന്ന രീതിയിലായിരിക്കണം സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ചെക്ക് ഫോർ ഗുഡ് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. പ്രോപ്പർ ലൈറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഷുഡ് ഹാവ് കൺവീനിയൻറ്റ് അപ്രോച്ചസ് ആൻഡ് സ്പേസ്. അതായത് ഒരുപാട് സ്പേസ് ഉള്ള ഏരിയയിൽ കൺജസ്റ്റഡ് ആയിട്ട് സ്റ്റെയർ കൊടുക്കാതെ ഈ സ്പേസസ് ഉള്ള ഏരിയയിലായിരിക്കണം കൺവീനിയൻറ്റ് അപ്രോച്ചസ് ഉള്ള എത്തിച്ചേരാൻ പറ്റണ രീതിയിൽ വേണം നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യാൻ. സ്റ്റെയർ ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ മെയിൻ എൻട്രൻസ് ഇൻ കേസ് ഓഫ് പബ്ലിക് ബിൽഡിംഗ്. പബ്ലിക് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോളേജ് തന്നെ നോക്കിയാൽ മതി, അതിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെയാണ് എന്തുള്ളത്, സ്റ്റെയർ ഉള്ളത്. അങ്ങനത്തെ സ്റ്റെയറിനെ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്നാണ് പറയുക. അതായത് ഒരു സെൻറ്ററിലൂടെ സ്റ്റെയർ നമ്മൾ കയറിയിട്ട് 2 സൈഡിലേക്കും ആക്സസ് ഉണ്ട് അല്ലേ, അതിനെ ബൈഫർക്കേറ്റഡ് സ്റ്റെയർസ് എന്നാണ് പറയുക. ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് സ്റ്റെയർ ഷുഡ് ബി പ്ലേസ്ഡ് സെൻട്രലി. അതായത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലെങ്ത് വൈഡ്സിലോ അല്ലെങ്കിൽ വിഡ്ത്ത് വൈസിലോ അതിൻ്റെ സെൻട്രലിലുള്ള രീതിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റെയർ പ്ലേസ് ചെയ്യുക. പിന്നെ ചിലർക്ക് ഏരിയ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റെയർ കൊടുക്കാറുണ്ട്. ഹാളിൽ അതിന് പ്രോപ്പർ സ്റ്റെയറിനായിട്ടുള്ള സ്പേസ് പോവാതെ അവിടെ ഡൈനിങ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യലുണ്ട്. ഇനി ടൈപ്പ് ഓഫ് സ്റ്റെയർ കേസ് ആണ് സ്ട്രെയിറ്റ് സ്റ്റെയർ. നമ്മൾ പഠിച്ചിരുന്നു, ഡ്രോയിങ് പഠിച്ചപ്പോൾ പഠിച്ചു. കറക്റ്റ് ഫുൾ സ്റ്റെപ്പ്, നമ്പർ ഓഫ് സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മുകളിലേക്കുള്ള എൻട്രിയാണ്. ടേണിംഗ് സ്റ്റെയറിൽ ക്വാർട്ടർ ടേൺ ഉണ്ട്, ഹാഫ് ടേൺ ഉണ്ട്, 3/4 ടേൺ ഉണ്ട്. ജോമെട്രിക്കൽ സ്റ്റെയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർവ്ഡ് ഒക്കെ ആയിട്ടുള്ള സ്റ്റെയർസ് ആണ്. അതുപോലെ തന്നെ സർക്കുലർ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിട്ടുള്ള ബേസിൽ, അതല്ലാതെ RCC ഒക്കെ ആയിട്ടൊന്നും ആവില്ല, ചിലപ്പോൾ വുഡ് പീസൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തതാണ് ടൈപ്പ് ഓഫ് സ്റ്റെയർ പറയുന്നത്. ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ്. ആൾ സ്റ്റെപ്സ് ലീഡ് ഇൻ 1 ഡയറക്ഷൻ ഉള്ളി. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പുകൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറി ഒരു ലാൻഡിങ്, കുറച്ച് സ്റ്റെപ്പ് കയറി അടുത്ത ലാൻഡിങ്. കണ്ടില്ലേ, അതിൻ്റെ പ്ലാനും ഉണ്ട്, അതിൻ്റെ അതുപോലെ തന്നെ സെക്ഷനും ഉണ്ട്, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. മേ കൺസിസ്റ്റ് 1 or more ഫ്ലൈറ്റ്. ഒന്നോ അതിൽ അധികമോ, അതായത് 2 ഫ്ലൈറ്റ് ഉണ്ടാവും, അതായത് 2 ലാൻഡിങ് ഉണ്ടാവും. യൂസ്ഡ് വെൻ സ്പേസ് അവൈലബിൾ ഈസ് ലോങ് ബട്ട് നാരോ. അതായത് വൈഡ് കുറവായിരിക്കും. ഇതെന്ന് പറയുന്നത് ലാൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയി കയറുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ക്ഷീണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലാൻഡിങ് സ്പേസ് അവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടേണിംഗ് സ്റ്റെയർ ആണ്. അതിൽ ഫസ്റ്റ് വൺ ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ടേണിംഗ് 1 റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ. ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ ആയിരുന്നു. ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറും, ദെൻ ഒരു ലാൻഡിങ്, വീണ്ടും സ്റ്റെപ്പ് കയറി പോവുക. അതായത് പകുതി എത്തിയിട്ട് ക്വാർട്ടറിൽ ചെന്നിട്ട് പിന്നെ ടേൺ ചെയ്ത് മുകളിലേക്ക് പോവുക. അങ്ങനത്തെ ഈ ഫിഗറിലുള്ള പോലെ തന്നെ, പക്ഷേ ഇതിൽ 2 സൈഡിലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ക്വാർട്ടർ ടേൺ സ്റ്റെയർ 2 ഫ്ലൈറ്റിലേക്ക് ബ്രാഞ്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറയാം. അതിപ്പോൾ നമ്മൾ ആ 2 സൈഡിലേക്കില്ല, ഒറ്റ സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുക. അതായത് സ്റ്റെപ്പ് കയറി ഒരു ലാൻഡിങ്, അതായത് റൈറ്റ് സൈഡിലേക്ക് മാത്രമേ കയറുന്നുള്ളൂ. ഇപ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഉണ്ട്, റൈറ്റിലേക്ക് മാത്രമേ കയറുന്നുള്ളൂ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാത്രമേ കയറുന്നുള്ളെങ്കിൽ അതിനെയാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്നും പറയാം. നെക്സ്റ്റ് ടേണിംഗ് സ്റ്റെയറിൽ അടുത്തത് ഹാഫ് ടേൺ സ്റ്റെയർ. ഇത് 180 ഡിഗ്രി ആംഗിൾ എന്ന് പറയും. ക്വാർട്ടർ ടേൺ 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയും, കറക്റ്റ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഹാവിങ് 2 റൈറ്റ് ആംഗിൾസ്, അതായത് 180 ഡിഗ്രി. നമ്മൾ എന്ത്, ഒന്ന് ഡോഗ് ലെഗഡ് സ്റ്റെയർ എന്നും പറയും, ഓപ്പൺ വെൽ സ്റ്റെയർ എന്നും പറയും ഈ ഹാഫ് ടേൺ സ്റ്റെയറിനെ. ഈ ഹാഫ് ടേൺ സ്റ്റെയർ ആണ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, RCC സ്റ്റെയർ പറഞ്ഞിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം സ്റ്റെപ്പ് കയറിപ്പോയി നീളത്തിലൊരു ലാൻഡിങ് ഉണ്ട്, പിന്നെയും സ്റ്റെപ്പ് കയറാം. കണ്ടില്ലേ, അപ്പിലേക്കും ഡൗണിലേക്കുള്ള ആരോ കണ്ടില്ലേ. ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗ് ലെഗഡ് സ്റ്റെയറിൽ കറക്റ്റ് ഹാൻഡ് റെയിലിനുള്ള സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡോഗ് ലെഗഡിൽ.
എന്നാൽ ഓപ്പൺ വെല്ല് എന്ന് പറഞ്ഞ സ്റ്റെയർ ഈ ആഫ്റ്റണിലെ 2 ടൈപ്പാണിത്. ഓപ്പൺ വെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും, കണ്ടില്ലേ? 2 സ്റ്റെയറിൻ്റെയും ഇടയിൽ, അതായത് 2 സ്റ്റെപ്പിൻ്റെയും ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഹാൻഡ് റെയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ ആ ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഓപ്പൺ വെൽ സ്റ്റെയർ എന്ന് പറയുക, അല്ലെങ്കിൽ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നും പറയും. നെക്സ്റ്റ് ടേണിംഗ് സ്റ്റെയറിൽ അടുത്ത് വരുന്ന 3/4 ടേൺ സ്റ്റെയർ ആണ്. അതായത് ആദ്യം ഒരു സ്റ്റെപ്പ് കയറും, പിന്നെ ഒരു ലാൻഡിങ്, പിന്നെ സ്റ്റെപ്പ് കയറും, പിന്നെ ലാൻഡിങ്, പിന്നെ സ്റ്റെപ്പ് കയറും, പിന്നെ ലാൻഡിങ്, അങ്ങനെ 3 ലാൻഡിങ് വരണ, അതായത് 270 ഡിഗ്രിയിലുള്ള സ്റ്റെയറിനെയാണ് നമ്മൾ 3/4 ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മേ ബി ഡോഗ് ലെഗ്ഡ് ആയിട്ട് ഓപ്പൺ ന്യൂവൽ ടൈപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതായത് എന്താണ്, ഗ്യാപ്പ് കൊടുത്താൽ മതി, സ്പേസ് കൊടുത്താൽ മതി. സ്റ്റെപ്പ് കയറി അടുത്ത ലാൻഡിങ്ങിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. നെക്സ്റ്റ്, സർക്കുലർ ഓർ ഹെലിക്കൽ ഓർ സ്പൈറൽ സ്റ്റെയർസ്. സ്റ്റെപ്സ് റേഡിയേറ്റ് ഫ്രം ദി സെൻറ്റർ. ഒരു സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റെപ്സ് ഉണ്ടാവുക. കണ്ടില്ലേ, കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഉണ്ടാവും. നോ ഇൻ്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ് ഓർ എനി ലാൻഡിങ്സ്. വേറെ ലാൻഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഫ്ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് വിൻഡേഴ്സ് ഓൺലി. അതായത് ഫ്ലൈറ്റിൽ ഇങ്ങനെ വിൻഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ്, കണ്ടില്ലേ? ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വരിക ചെയ്യണം. അല്ലെങ്കിൽ സെൻറ്ററിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും, കണ്ടില്ലേ? സെക്കൻഡ് ഫിഗർ നോക്കിയാൽ മതി. ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് സ്റ്റെപ്പുകൾ ഇങ്ങനെ വരിക. ഇനി ജോമെട്രിക്കൽ സ്റ്റെയർ ആണെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്പ്, ഏത് ഷേപ്പിലും വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. കണ്ടില്ലേ, ഇതൊക്കെ ഒരു ജോമെട്രി പോലെ നമുക്ക് ഏത് ഷേപ്പിലും ഇങ്ങനെ കർവ് വേണോ ആർക്ക് വേണോ എങ്ങനെ വേണമെച്ചാലും നമുക്ക് അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതായത് കറക്റ്റ് ഇപ്പം നമ്മൾ ചെയ്യണ രീതിയിൽ ഇപ്പം ഹാഫ് ടേൺ ആയിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റിങ് ചെയ്ത് അങ്ങനെ ഒന്നല്ല കൊണ്ടുവരിക. ഒരു ജോമെട്രി ഷേപ്പിൽ സ്റ്റെയർ കൊണ്ടുവരുന്നതിനാണ് ജോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാൻഡിലിവർ ഓർ ജാക്ക് നൈഫ് സ്റ്റെയർ. കാൻഡിലിവർ സ്റ്റെയർ അല്ലെങ്കിൽ ജാക്ക് നൈഫ് സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമരുമ്പോൾ നിന്ന് ഇതേപോലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുക. അതായത് നമ്മൾ സൺഷെയ്ഡ് അറിയാലോ കാൻഡിലിവർ ആണെന്ന്, ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് ഫ്രീയും. ചിലപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു പോസ്റ്റ് കൊടുക്കും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ചിലപ്പോൾ അതും കൊടുക്കില്ല. കാൻഡിലിവർ പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടല്ലേ നിൽക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റെപ്പിനെയാണ് കാൻഡിലിവർ സ്റ്റെയർ എന്ന് പറയാം. നെക്സ്റ്റ്, സ്റ്റെപ്പിന് വേണ്ട അല്ലെങ്കിൽ സ്റ്റെയർ കേസിന് വേണ്ട മിനിമം വിഡ്ത്ത് ഷാൾ ബി നോട്ട് ലെസ് ദാൻ. അതായത് ഓരോ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത്, അതായത് 1.2 മീറ്റേഴ്സിൽ കുറവാൻ പാടില്ല എന്നാണ് പറയണത്. നമ്മൾ 1 മീറ്ററൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ തീരെ കിട്ടാത്ത ഏരിയ ഒക്കെ ആകുമ്പോൾ 90 പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പബ്ലിക് ബിൽഡിങ്സിലാണ് ഈ 120ൻ്റെ കണക്കൊക്കെ നോക്കാറുള്ളത് കേട്ടോ. മിനിമം വിഡ്ത്ത് ഓഫ് ത്രെഡിൻ്റെ വിഡ്ത്ത് പറയുന്നത് ഷാൾ ബി 30 സെൻറ്റിമീറ്റർ എന്നൊരു പറയുണ്ടെങ്കിലും നമ്മൾ ത്രെഡ് എടുക്കുന്നത് 25 to 30 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ്. ഇപ്പം ഞാൻ എഴുതിയ ആ നോട്ട് പറയുന്നത് KMBRൻ്റെ 54ാമത്തെ പേജിലുള്ള റൂൾസാണ്. മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിൽ പറയണതാണ്. പക്ഷെ തീരെ സ്പേസ് കിട്ടുന്നില്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100 എങ്കിലും എടുക്കുക എന്നുള്ള കണ്ടീഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ മിനിമം വിഡ്ത്ത് പറയുന്നത് നമ്മളിപ്പോൾ റൂള് KBR അല്ലെങ്കിൽ KMBR പ്രകാരം റൂള് പറയുമ്പോൾ ഇഫ് നമ്പർ ഓഫ് ഫോഴ്സ് 4 ഗ്രേറ്റർ ദാൻ 4 അങ്ങനെ വരുന്ന സമയത്ത് പ്രൊവൈഡ് 2 സ്റ്റെയർ കേസ്, 2 സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ അതിൽ വരുന്ന റൂൾസാണ്. മിനിമം വിഡ്ത്ത് പറയണത് 1.2 മീറ്റർ. മിനിമം വിഡ്ത്ത് ഓഫ് ത്രെഡ് പറയണത് 30 സെൻറ്റിമീറ്റർ, 25 to 30 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി കേട്ടോ. മാക്സിമം ഹൈറ്റ് ഓഫ് റൈസ് പറയുന്നത് 15 to 17 സെൻറ്റിമീറ്റർ ആണ്. മിനിമം ഹൈറ്റ് ഓഫ് ഹാൻഡ് റെയിൽ അത് ഓക്കെ 90 സെൻറ്റിമീറ്റർ ആണ്. മിനിമം 3 സ്റ്റെപ്പും മാക്സിമം 12 സ്റ്റെപ്പും ഇൻ എ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് ഒരു ലാൻഡിങ് വരെ എത്തി കൊടുക്കുന്ന സ്റ്റെപ്പിനെയാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുക. സ്റ്റെപ്പ് കയറിയിട്ട് ആദ്യം എത്തണ ലാൻഡിങ്ങിനെയാണ്, അത്രയും സ്റ്റെപ്പുകളെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ മിനിമം 3 സ്റ്റെപ്പെങ്കിലും കൊടുക്കണം. അതായത് 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു ലാൻഡിങ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം 12 സ്റ്റെപ്പാണ് ഒരു ഫ്ലൈറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 12 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് വേണം, ഒരു ലാൻഡിങ് നിർബന്ധമാണ്. അല്ലാതെ സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. സ്പൈറൽ സ്റ്റെയർ കേസിൻ്റെ യൂസൊക്കെ റെഡ്യൂസ് ചെയ്യുക. നമ്പർ ഓഫ് റൈസ് എന്ന് പറയുന്നത് ഹൈറ്റ്, ഫ്ലോറിൻ്റെ ഹൈറ്റിനെ ഹൈറ്റ് ഓഫ് റൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് റൈസ് അല്ല നമ്പർ ഓഫ് റൈസേഴ്സ് അല്ല നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ടോട്ടൽ ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് നമ്മളെ ഫ്ലോറിൽ നിന്ന്, അതായത് ബോട്ടത്തിൽ നിന്ന് തുടങ്ങി ടോപ്പ് സ്ലാബും കൂടി കൂട്ടിയിട്ടാണെങ്കിൽ 310 വരും. ആ 310ന് നമ്മൾ റൈസാണ് ആദ്യം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 310/17 എന്ന് ചെയ്യുക, അല്ലെങ്കിൽ 15 എന്ന് ചെയ്യുക. അപ്പോൾ എത്ര നമ്പേഴ്സാണോ കിട്ടുന്നത് അത് നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയും. ഇനി അതല്ല, നമ്മൾ ആദ്യം നമ്പർ ഓഫ് സ്റ്റെപ്പാണ് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ 20 സ്റ്റെപ്പ് വേണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 310നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ്
റൈസ്, എത്രയാണ് റൈസിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ളത് കിട്ടും. അങ്ങനെയാണ് കണക്ക്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് റൈസേഴ്സ് എന്നല്ല എഴുതേണ്ടത്, നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അതേ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ആ കിട്ടണ സ്റ്റെപ്പിൻ്റെ എണ്ണം കറക്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും വേണം നമ്മൾ. ഇനിയിപ്പോൾ നമ്പർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റൈസേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര നമ്പർ ഓഫ് ത്രെഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് റൂൾസ് ഫോർ സ്റ്റെയർ കേസ് ആസ് പെർ KMBR എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റെയറിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് പഠിക്കാനുണ്ട്. കണ്ടില്ലേ, ത്രെഡും റൈസും നിങ്ങൾക്ക് അറിയാം. എന്താണ് ത്രെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പോർഷനും റൈസ് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പോർഷനുമാണ്. അതുപോലെ യൂണിറ്റ് റൈസ്, യൂണിറ്റ് റണ്ണ്, ഹെഡ് റൂം, പ്രിഫേർഡ് സ്റ്റെയറിൻ്റെ ആംഗിൾ പറയുന്നത് 30 to 35 ഡിഗ്രിയാണ്. സ്ട്രിങ്ങർ എന്താണ്, ടോട്ടൽ റൈസ് എന്താണ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ടോട്ടൽ റണ്ണ് അതെന്താണെന്നുള്ളത് നോക്കുക. ഫസ്റ്റ് ടേം പറയുന്നത് ബാലുസ്റ്റർ ആണ്. വെർട്ടിക്കൽ മെമ്പർ ഫിക്സഡ് ബിറ്റ്വീൻ സ്ട്രിങ് ആൻഡ് ഹാൻഡ് റെയിൽ ഫോർ സേഫ്റ്റി. ഈ ബാലുസ്റ്റർ എന്ന് പറയുന്നത് ഹാൻഡ് റെയിലിൻ്റെ താഴെ കാണുന്ന ആ കമ്പി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബാലുസ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഹാൻഡ് റെയിലിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രിങ് അറിയുന്നത് ബോട്ടത്തിൽ നിന്ന്, അതായത് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഹാൻഡ് റെയിൽ വരെയുള്ള ആ ഒരു ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ, അതിനെയാണ് ബാലുസ്റ്റേഴ്സ് എന്ന് പറയാം. ബാലുസ്ട്രേഡ് പറഞ്ഞാൽ കമ്പൈൻഡ് ഫ്രെയിം വർക്ക് ഓഫ് ഹാൻഡ് റെയിൽ ആൻഡ് ബാലുസ്റ്റേഴ്സ്. ഹാൻഡ് റെയിലും ബാലുസ്റ്റേഴ്സും കൂടി ചേർന്നിട്ടുള്ള ആ കമ്പൈൻഡ് ഫോമിനെയാണ് ബാലുസ്ട്രേഡ് എന്ന് പറയാം. നെക്സ്റ്റ് ഫ്ലൈറ്റ് ആണ്. അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്പ് ബിറ്റ്വീൻ ലാൻഡിങ്സ്. ലാൻഡിങ്സിനിടയിലുള്ള സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയാം. ഗോയിങ് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് റൈസേഴ്സ്, അതായത് 2 കൺസിക്യൂട്ടീവ് റൈസേഴ്സ് തമ്മിലുള്ള, അതായത് ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ ഏറ്റവും ബോട്ടത്തിലുള്ള സ്റ്റെപ്പിൻ്റെ റൈസ് മുതൽ അടുത്ത സ്റ്റെപ്പിൻ്റെ റൈസ് വരെയുള്ള കൺസിക്യൂട്ടീവ് ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് ഗോയിങ് എന്ന് പറയാം. അതായത് ത്രെഡ് പറയുന്നത് ആ ഒരു ഹൊറിസോണ്ടൽ ഭാഗമേ ഉണ്ടാവുള്ളൂ, അവിടെ നമുക്ക് വരുന്ന ടൈലും ഒക്കെപ്പാടെ കൂട്ടിയിട്ടുള്ള രണ്ട് കൺസിക്യൂട്ടീവ് റൈസേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഗോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹാൻഡ് റെയിലാണ്. ഇൻക്ലൈൻഡ് റെയിൽ ഓവർ ദി സ്ട്രിങ് ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹാൻഡ് റെയിൽ. ബാലിസ്റ്ററിൻ്റെ മുകളിൽ ചിലപ്പോൾ നമ്മൾ ബാലിസ്റ്റേഴ്സ് ആയിട്ടാവില്ല, ചിലപ്പോൾ ഹൊറിസോണ്ടലായിട്ടാവും നമ്മൾ കമ്പികൾ കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഏറ്റവും നമുക്ക് പിടുത്തത്തിന് വേണ്ടിയിട്ടൊരു ഹാൻഡ് റെയിലും ഉണ്ടായിരിക്കും. ഇനി അതിന് ഗോഡ് റെയിൽ എന്നും പറയും. ഹെഡ് റൂം, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ thread and overhead obstruction should be greater than 2 meter. It is less than 2 meter head of people hit the obstruction. അതായത് ഹെഡ് റൂം എന്ന് പറയണത് നമ്മളെ റൂമിൻ്റെ സ്റ്റെയർ റൂം എന്നാണ് പറയുക. ഹെഡ് റൂം എന്ന് പറയണത് അതായത് 2 മീറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. അല്ലെങ്കിൽ നമ്മൾ ത്രെഡിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ടോപ്പ് ത്രെഡിൽ നിന്ന് ഏറ്റവും ടോപ്പിലുള്ള ത്രെഡിൽ നിന്ന് 2 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് വേണം. അല്ലെങ്കിൽ നമ്മളെ തല തട്ടും എന്നാണ് പറയണത് 2 മീറ്റർ ഇല്ലെങ്കിൽ. കാരണം ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അതിമേക്ക് നമ്മൾ ഹൈറ്റ് 2 മീറ്ററെങ്കിലും വേണം. 2 മീറ്ററിൽ കുറവായി കഴിഞ്ഞാൽ തലയിൽ ചെന്ന് മുട്ടും. അടുത്ത ലാൻഡിംഗ് ആണ്. ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ 2 ഫ്ലൈറ്റ്. 2 ഫ്ലൈറ്റിൻ്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയണത്, ലാൻഡിംഗ് എന്ന് പറയണത്. ഒന്ന് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ടേക്ക് റെസ്റ്റ്, ഓപ്പർച്യൂണിറ്റി ഫോർ ടേക്ക് റെസ്റ്റ് എടുക്കാനുള്ളൊരു പ്ലേസ് ആയിട്ടും കൂടിയാണ് ഈ ലാൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ന്യൂവൽ പോസ്റ്റ്. വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ഫ്ലൈറ്റ്. അതായത് ന്യൂവൽ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹാൻഡ് റെയിൽ സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്തും എൻഡ് ചെയ്യണ ഭാഗത്തും ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും. അയിമെന്നാവും ഈ ഹാൻഡ് റെയിൽ പോകണം, അതിനാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് പറയാം. ചിലപ്പോൾ എൻഡ് ചെയ്യണ ഭാഗത്ത് ഉണ്ടാവുള്ളൂ, സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്ത് എന്തായാലും കൊടുക്കാറുണ്ട്. ഇനി നോസിങ്, പ്രൊജക്ഷൻ പാർട്ട് ത്രെഡ് ബിയോണ്ട് ദി ഫേസ് ഓഫ് റൈസർ. അതായത് നമ്മളെ ത്രെഡിൻ്റെ ഭാഗത്ത്, അതായത് നമ്മളെ ടൈലിൻ്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും, അതിനെയാണ് നോസിങ് എന്ന് പറയുന്നത്. പിച്ച് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് സ്റ്റെയറിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഷുഡ് ബി ലെസ് ദാൻ 38 ഡിഗ്രി, 38 ഡിഗ്രീനേക്കാൾ കുറവായിരിക്കണം ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. റൈസ് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ത്രെഡ്. 2 ത്രെഡിനിടയിലുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈസർ വെർട്ടിക്കൽ പോർഷൻ ഓഫ് എ സ്റ്റെപ്പ് ദാറ്റ് സപ്പോർട്ട് ത്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, റൈസിനെ തന്നെയാണ് നമ്മൾ റൈസർ എന്നും പറയുന്നത് കേട്ടോ. റണ്ണ് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റെയർ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ, അതായത് ആ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ് വരെയുള്ള ടോട്ടൽ ലെങ്ത്തിനെയാണ് നമ്മൾ റണ്ണ് എന്ന് പറയാം. ഇൻക്ലൂഡ്സ് ലാൻഡിങ്. കണ്ടില്ലേ, അതായത് സ്റ്റെപ്പ് തുടങ്ങണ മുതൽ ലാൻഡിങ് വരെയുള്ള ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സോഫിറ്റ് ആണ്. സ്റ്റെയറിൻ്റെ ബോട്ടം സൈഡിൽ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്ത ആ ബോട്ടം സർഫസിനെയാണ് സോഫിറ്റ് പറയുക. സ്റ്റെപ്പ് പറഞ്ഞാൽ ത്രെഡും റൈസും കൂടിയുള്ള കോമ്പിനേഷനാണ് നമ്മൾ സ്റ്റെപ്പ് പറയുക. സ്ട്രിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് മെമ്പർ ഓഫ് എ സ്റ്റെയർ വിച്ച് സപ്പോർട്ട് എൻഡ് ഓഫ് സ്റ്റെപ്പ്. അതായത് സ്ട്രിങ് പറയണത് നമ്മളിപ്പം
സ്റ്റെപ്പിനെ ഞാൻ പറഞ്ഞു, സ്റ്റെപ്പിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് അതിന് സോഫിറ്റ് പറയുന്നത് സർഫസ്. അതല്ലാതെ ഒരു ഇൻക്ലൈൻഡ് മെമ്പറായിട്ട് ബീമൊക്കെ കാസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ഈ സ്ട്രിങ് എന്ന് പറയുന്നത്. പിന്നെ ത്രെഡ് എന്താ നമുക്ക് അറിയാലോ, ഹൊറിസോണ്ടൽ സർഫസിനെയാണ് നമ്മൾ ത്രെഡ് അറിയുക. വേസ്റ്റ് തിക്നെസ് ഓഫ് സ്ട്രക്ചറൽ സ്ലാബ് ഇൻ കേസ് ഓഫ് RCC സ്റ്റെയർ, അതായത് വേസ്റ്റ് സ്ലാബ് എന്നൊക്കെ പറയും. ആ ഒരു തിക്നെസ് നമ്മൾ കൊടുക്കൂലേ സ്ലാബ്, ഈ സ്റ്റെയറിൻ്റെ കോർണർ പോയിൻറ്റിനൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു 12 അല്ലെങ്കിൽ 10 നമ്മൾ ലൈന് വരച്ച ആ ഒരു സ്ലാബിനെയാണ് ഈ വേസ്റ്റ് സ്ലാബ് എന്ന് പറയുക. നെക്സ്റ്റ് ലിഫ്റ്റാണ്. ലിഫ്റ്റ് ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. മൂവ്സ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ബിറ്റ്വീൻ ഫ്ലോർസ്. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് ആളുകളെ അതുപോലെ തന്നെ ഗുഡ്സും ഒക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് എക്യുപ്മെൻ്റ് ആണ്. ഇഫ് ബിൽഡിംഗ് എക്സീഡ് 10 മീറ്റർ ഓർ ഗ്രേറ്റർ ദാൻ 3 സ്റ്റോറീസ് പ്രൊവൈഡ്സ് ലിഫ്റ്റ്. അതായത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 10 മീറ്ററിൽ കൂടുതലാവുകയും അതേപോലെ തന്നെ 3 സ്റ്റോറി മൾട്ടിപ്പിൾ സ്റ്റോറീസിൽ വരുന്ന കേസിലൊക്കെയാണ് നമ്മൾ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിഫ്റ്റിൻ്റെ ജസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ ഫിഗറിൽ. ലിഫ്റ്റ് ഷാഫ്റ്റ്, ഒരു മെഷീൻ റൂം ഉണ്ടാവും, ട്രെയിലിംഗ് കേബിൾ, ലാൻഡിംഗ് ഡോർ. ഇത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് റാമ്പാണ്. റാമ്പ് എന്ന് പറയുന്നത് വെൻ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ വെഹിക്കിൾസ് ഹാവ് ടു ബി മൂവ്ഡ് ഫ്രം വൺ ഫ്ലോർ ടു ഫ്ലോർ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് പോകാൻ സ്റ്റെപ്പ് അല്ലാതെ തന്നെ ഒരു റാമ്പ്, ഒരു സ്ലോപ്പിംഗ് സർഫസ് കൊടുക്കുന്നതിനെയാണ് റാമ്പ് എന്ന് പറയും. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് സ്റ്റെപ്പിന് പാരലായിട്ട് തന്നെ റാമ്പും ഉണ്ടാവും. കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് റാമ്പ് ആകുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇറ്റ്സ് എ യൂണിഫോം സ്ലോപ്പിംഗ് സർഫസ് ഓർ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒക്യുപ്പൈ ലാർജ് സ്പേസ് ആൻഡ് സ്റ്റെയർ ആൻഡ് ലിഫ്റ്റ്. ലിഫ്റ്റിനേക്കാളും സ്റ്റെയറിനേക്കാളും സ്പേസ് നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വയ്യാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് ഇപ്പം ലിഫ്റ്റ് ഓക്കെയാണ്, പക്ഷേ സ്റ്റെയറിൽ കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാമ്പിലൂടെ പോകാൻ പറ്റും. മാക്സിമം ഗ്രേഡിയൻറ്റ്, ഈ റാമ്പിന് കൊടുക്കുന്ന സ്ലോപ്പ് പറയണത് 1/10 ആണ്. അതിൻ്റെ വിഡ്ത്ത് പറയണത്, മിനിമം വിഡ്ത്ത് പറയണത് 1.2 ആണ്, മാക്സിമം അല്ല മിനിമം ആണ്. മിനിമം ഹൈറ്റ് പറയണത് ഹാൻഡ് റെയിലിൻ്റെ 80 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എസ്കലേറ്റർ ആണ്. പവർ ഡ്രിവൺ ആണ്, ഇൻക്ലൈൻഡ് ആണ്. കണ്ടിന്യൂസ് സ്റ്റെയർവേസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് പാസഞ്ചേഴ്സ് ഇൻ എയർപോർട്ട്, മാൾസ് എക്സെട്ര. എയർപോർട്ടിലും മാളിലൊക്കെ നമുക്ക് അറിയാം ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പവർ ഡ്രിവൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ എസ്കലേറ്റർ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ആണ്, വിത്തൗട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊവൈഡ് വിത്ത് മൂവിങ് ഹാൻഡ് റെയിൽസും എന്താണ്, മൂവിങ് ആണ്. ഓക്കെ, ഇത്ര നമുക്ക് എസ്കലേറ്റേഴ്സ് ആണെങ്കിലുള്ളൂ. നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുക വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നാണ്. നെക്സ്റ്റ് പറയുന്നത് നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കാണ് റൂഫ് എന്ന് പറയുന്നത്. റൂഫിലുള്ള കുറച്ച് ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ബിൽഡിങ്ങിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ റൂഫ് എന്ന് പറയാം. ഫ്രം ഇറ്റ് പ്രൊട്ടക്ട് ഫ്രം സ്നോ, റെയിൻ, സൺ, അതായത് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് റെയിനിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാണ് റൂഫ് ചെയ്യണത്. സ്ട്രക്ചറൽ എലമെൻറ്റ്സ് മേ ബി ട്രസ്സസ്, പോർട്ടൽ, സ്ലാബായിട്ട് കൺസ്ട്രക്ട് ചെയ്യും. നമ്മൾ ട്രസ് വർക്കായിട്ട് കണ്ടില്ലേ, ട്രസ് വർക്കാണ് ആ ഫസ്റ്റ് ഫിഗറൊക്കെ ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് ഫിഗറൊക്കെ ചെയ്തിട്ടുള്ളത്. സ്ലാബായിട്ട് ചെയ്യും, അതുപോലെ ഡോമായിട്ടും റൂഫ് ചെയ്യും. ഇനി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് ഇൻ റൂഫ്. ഫിഗർ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാഡ്ജ് ബോർഡ് പറഞ്ഞാൽ വുഡൻ ബോർഡ്സ് ഫിക്സഡ് ഓൺ ഗേബിൾ എൻഡ് ഓഫ് ദി റൂഫ്. 2 റൂഫ് ജോയിൻ ചെയ്യുന്ന ആ ഒരു കോർണർ പോയിന്റിനാണ് ഗേബിൾഡ് റൂഫ്. അങ്ങനത്തെ റൂഫിനെയാണ് നമ്മൾ ഗേബിൾ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഗേബിൾ എൻഡിൽ നമ്മൾ വുഡൻ ബോർഡ്സ് ഫിക്സ് ചെയ്ത് നിർത്തുന്നതിനെയാണ് ബാർജ് ബോർഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ ബാറ്റേൺസ്, തിൻ വുഡൻ സ്ട്രിപ്പ് ഫിക്സഡ് ഓൺ റാഫ്റ്റേഴ്സ് ടു സപ്പോർട്ട് റൂഫ് സീലിംഗ്. റാഫ്റ്റേഴ്സ് എന്ന് പറയണത് ശരിക്കും കഴുക്കോലിനെയാണ് നമ്മൾ റാഫ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഡ്രസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഈ തിൻ വുഡൻ സ്ട്രിപ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും റാഫ്റ്റേഴ്സിൽ റൂഫ് സീലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ബാറ്റൻസ് എന്ന് പറയുന്നത്. ക്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വുഡൻ ബ്ലോക്സ് ടു പ്രിവെൻറ്റ് സ്ലൈഡിങ് ഓഫ് പർലിൻസ്. അതായത് ഫിഗറിൽ ഉണ്ടായിരിക്കും ക്ലീറ്റ് പറയുന്നത്. അതായത് പർലിൻസിൻ്റെ സ്ലൈഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വുഡൻ ബ്ലോക്ക് കൊടുക്കും ഓരോ ഈ പട്ടികേൻ്റെ ഇടയിൽ. അതിനെയാണ് ക്ലീറ്റ് എന്ന് പറയാം. ഈവ്സ് പറഞ്ഞാൽ ലോവർ എഡ്ജ് ഓഫ് സ്ലോപ്പിംഗ് സർഫസ് ഓഫ് റൂഫിൻ്റെ സ്ലോപ്പിംഗ് സർഫസ് ലോവർ എഡ്ജ് ഏറ്റവും ബോട്ടത്തിൽ പറയുന്ന ഇതിനെയാണ് ഈവ്സ് പറയുക. അതായത് നമ്മൾ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന ആ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം. പർലിൻസ് പറഞ്ഞ പട്ടിക, അതാണ് പർലിൻസ് പറയുന്ന വുഡൻ പീസസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പർലിൻസ് കൊടുക്കുക. കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് റൂഫ് കവറിങ്. ഇൻ്റർമീഡിയറ്റ് റാഫ്റ്റേഴ്സ് സപ്പോർട്ടിങ് റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യണതിനെയാണ് കോമൺ റാഫ്റ്റർ എന്നറിയാം. റിഡ്ജ് പീസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡൻ പീസ് പ്രൊവൈഡഡ്
റിഡ്ജ് പീസ് എന്ന് പറയുന്നത് ഇപ്പോൾ വുഡൻ പീസ് പ്രൊവൈഡഡ് അറ്റ് ദ റിഡ്ജ് ലൈൻ ഓഫ് സ്ലോപ്പിംഗ് റൂഫ്. നമ്മളെ റൂഫിൻ്റെ രണ്ട് റൂഫ് കൂടി ചേരുന്ന ആ ഒരു സെൻറ്റർ ലൈനാണ് റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. ആ റിഡ്ജ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വുഡൻ പീസിനെയാണ് റിഡ്ജ് പീസ് എന്ന് പറയുക. വാൾ പ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുഡിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നമ്മളെ റാഫ്റ്റേഴ്സൊക്കെ കഴുക്കോലൊക്കെ വന്ന് നിൽക്കുന്നത് വുഡുമ്മേ ഒരു ഇതേപോലെ തന്നെ ഒരു വുഡ് പീസിലായിരിക്കും. അതിനെയാണ് നമ്മൾ വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. റാഫ്റ്ററൊക്കെ വന്ന് മെയിനായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുക ഈ വാൾ പ്ലേറ്റിലേക്കായിരിക്കും. അത് നിങ്ങൾ ഡ്രോയിങ്ങിൽ എനിക്ക് വരയ്ക്കാനുണ്ട് റൂഫ്, അപ്പോൾ വരയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ. റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് റൂഫ്. ഒരു ഗുഡ് റൂഫിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഷുഡ് ബി ഡ്യൂറബിൾ ആയിരിക്കണം, എഗെയിൻസ്റ്റ് റെയിൻ, വിൻഡ്, സ്നോ ആൻഡ് സൺ. ഷുഡ് ബി പ്രൊവൈഡ് ഡിസൈറബിൾ ഇൻസുലേഷൻ ഫ്രം ഹീറ്റ് ആൻഡ് സൗണ്ട്. ഹീറ്റിൽ സൗണ്ടിൽ നിന്നൊക്കെ ഡ്യൂറബിൾ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഷുഡ് ബി സ്ട്രക്ചറലി സ്റ്റേബിൾ ആൻഡ് സൗണ്ട് ടേക്ക് ലോഡ്സ്. അതായത് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. ഷുഡ് ബി വെൽ ഡ്രൈൻഡ്, അതായത് വെള്ളം ഒന്നും കെട്ടി നിൽക്കാതെ ഡ്രൈനേജ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. എഫിഷ്യൻറ്റ് വാട്ടർ പ്രൂഫിംഗ്, ഫയർ റെസിസ്റ്റൻറ്റ്, ഗുഡ് അപ്പിയറൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫാണ്. പിച്ചഡ് ഓർ സ്ലോപ്പിംഗ് റൂഫ്. സ്ലോപ്പിംഗ് ആയിട്ടും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പിച്ചഡ് എന്നും സ്ലോപ്പിങ്ങിന് നമ്മൾ പറയും. സിംഗിൾ റൂഫ് ഉണ്ട്, ഡബിൾ റൂഫ് ഉണ്ട്, ട്രസ്സഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ട്രസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പട്ടികയൊക്കെ കമ്പികളൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യണതാണ് സ്ലോപ്പിംഗ്. അതും സ്ലോപ്പിങ്ങിൽ പെടുന്നതാണ്. പിന്നെ ഫ്ലാറ്റ് റൂഫും അതുപോലെ തന്നെ കർവ്ഡ് റൂഫും. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫ് എന്ന് പറയുന്നത്. പിച്ചഡ് റൂഫിൽ തന്നെ വീണ്ടും സബ് ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. പിച്ചഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്പ്ഡ് റൂഫ് എന്ന് പറയുന്നത് റെയിൻഫാൾ അല്ലെങ്കിൽ സ്നോഫാളൊക്കെ ഹൈ ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ കൊടുക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രിയാണ്. മേ ബി 45 to 60 ഡിഗ്രി വരെ കൊടുക്കാറുണ്ട്. ലാർജ് സ്പാൻ സ്ട്രക്ചേഴ്സിൽ വർക്ക്ഷോപ്പ്, വെയർ ഹൗസ്, ഫാക്ടറീസിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ കണ്ടില്ലേ ഓരോ വുഡിൻ്റെ ബ്ലോക്ക് കണ്ടില്ലേ, അതിനെ നമ്മൾ നേരത്തെ ക്ലീറ്റ് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഓടൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ക്ലീറ്റിൻ്റെ മുകളിൽ പട്ടികയൊക്കെ വെക്കണത് കണ്ടില്ലേ. ടിമ്പർ ബാറ്റേൺസ്, ഇവിടെ ബാറ്റേൺസ് ആണ് അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി പിച്ചഡ് റൂഫിൽ തന്നെ സിംഗിൾ റൂഫ് എന്ന് പറയുന്നത് സ്പാൻ ലെസ് ദാൻ 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡബിൾ റൂഫ് സ്പാൻ ഗ്രേറ്റർ ദാൻ 2.4 മീറ്റർ. ട്രസ്ഡ് റൂഫ് ഹൈ സ്പാനിനൊക്കെ യൂസ് ചെയ്യുക. അതിൽ സിംഗിൾ റൂഫിൽ ലീൻ ടു റൂഫ് ഉണ്ട്, കപ്പിൾ റൂഫ് ഉണ്ട്, കപ്പിൾ ക്ലോസ് റൂഫ് ഉണ്ട്, കോളാർ ബീം റൂഫ് ഉണ്ട്, കോളാർ ആൻഡ് സിസർ റൂഫ് ഉണ്ട്. ഇത്രയും ടൈപ്പ് വരുന്നുണ്ട് സിംഗിൾ റൂഫിൽ. അതായത് 5 മീറ്ററിൽ കുറവ് സ്പാൻ ഉള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഈ ടൈപ്സ് റൂഫാണ്. അതിൽ സിംഗിൾ റൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ ലെസ് ദാൻ 5 മീറ്റർ ആണ്. കോമൺ റാഫ്റ്റേഴ്സ് ആർ പ്രൊവൈഡഡ് ടു ഈച്ച് സ്ലോപ്പ് വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന കോമൺ റാഫ്റ്റേഴ്സിനുള്ളതാണ് സിംഗിൾ റൂഫ് പറയുന്നത്. സിംഗിൾ സ്പാനിൽ നോ പർലിങ്സ്, പട്ടിക ഉണ്ടായിരിക്കില്ല, വെറും റാഫ്റ്റേഴ്സ് മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് പറഞ്ഞാൽ ലീൻ ടു റൂഫാണ്. മാക്സിമം സ്പാന് ലീൻ ടു റൂഫിൻ്റെത് 2.4 മീറ്റർ ആണ്. ജനറലി ഷെഡ്, വെരാന്താസ്, ഷെഡ് ചെയ്യാൻ അതുപോലെ തന്നെ വെരാന്താസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ലീൻ ടു റൂഫ് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരൊറ്റ സിംഗിൾ സ്ലോപ്പാണ് ലീൻ ടു റൂഫിനുള്ളത്. ലീൻ ടു റൂഫിന് തന്നെ പെൻഡ് റൂഫ്, ഐസിൽ റൂഫ് എന്നൊക്കെ പറയും. നെക്സ്റ്റ് കപ്പിൾ റൂഫ്. മാക്സിമം 3.6 മീറ്റർ വരെ സ്പാനുള്ളതിനെയാണ് നമ്മൾ കപ്പിൾ റൂഫ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ റാഫ്റ്ററൊക്കെ വെച്ച് ചെയ്യുന്നതാണ്, അല്ല നോർമൽ RCC വെച്ച് കൺസ്ട്രക്ട് ചെയ്യണതല്ല കപ്പിൾ റൂഫ്. അതിന് നമ്മൾ ഗേബിൾ എന്നാണ് ഇതേപോലെ 2 സ്ലോപ്പ് വന്ന് ജോയിൻ ചെയ്യുന്നതിന് പറയാം. ഇത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് റൂഫാണ് കപ്പിൾ റൂഫ് പറയുന്നത്. മാക്സിമം 3.6 മീറ്റർ വരെ സ്പാനുള്ളതിനാണ് നമ്മൾ കപ്പിൾ റൂഫ് യൂസ് ചെയ്യുക. അടുത്ത കപ്പിൾ ക്ലോസ് റൂഫാണ്. ലെഗ് ഓഫ് കോമൺ റാഫ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ T-beam. അതായത് ഈ കോമൺ റാഫ്റ്റേഴ്സ്, 2 റാഫ്റ്റേഴ്സ് കണ്ടില്ലേ, റാഫ്റ്റേഴ്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റിഡ്ജ് പീസ് ഉണ്ട് കണ്ടില്ലേ. ആ റാഫ്റ്റേഴ്സിൻ്റെ താഴെ ഒരു ബീം പോകുന്നുണ്ട്, ടൈ ബീം എന്ന് പറഞ്ഞിട്ട്. ആ ടൈ ബീം വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ റൂഫിനെ. അതിനതാണ് കപ്പിൾ ക്ലോസ് റൂഫ് പറഞ്ഞത്. കപ്പിൾ റൂഫ് പറഞ്ഞാൽ ഫ്രീ ആയി കിടക്കായിരുന്നു. അതിനൊരു ടൈ ബീം വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അതിന് കപ്പിൾ ക്ലോസ് റൂഫ് എന്ന് പറയും. കണ്ടില്ലേ, അതൊരു വാൾ പ്ലേറ്റുമാണ് ജോയിൻ ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ താഴെ 2 സൈഡിലേക്ക് നിൽക്കണമല്ല, അതിനാണ് ഈവ്സ് എന്ന് പറയുക. 4.2 സ്പാൻ വരെയാണ് അത് യൂസ് ചെയ്യുക. നെക്സ്റ്റ് കോളാർ ബീം റൂഫ്. ദ ബീം റേസ്ഡ് ആൻഡ് പ്ലേസ്ഡ് അറ്റ് എ ഹയർ ലെവൽ. നേരത്തെ നമ്മൾ ടൈ ബീം കണ്ടു, വാൾ പ്ലേറ്റിൻ്റെ അവിടെയായിരുന്നു വെച്ചിരുന്നത്. ഇത് തന്നെ ഇവിടെ കോളാർ ബീമാണ്, കുറച്ച് ഹയർ ആയിട്ട് റാഫ്റ്ററിൽ തന്നെ, പക്ഷെ വാളിൻ്റെ മുകളിലേക്കാണ്, കുറച്ച് മുകളിലേക്കായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോളാർ ബീം റൂഫ് എന്ന് പറയും. 4.8 മീറ്റർ വരെ സ്പാൻ വരെ നമ്മളിത് യൂസ് ചെയ്യും, കോളാർ ബീം റൂഫ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ കോളാർ ആൻഡ് സിസേഴ്സ് റൂഫ്. 2 കോളാർ ബീം, 2 കോളാർ ബീം ഉണ്ടാവും. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് 2 കോളാർ ബീം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കോളാർ, സിസേഴ്സിൻ്റെ പോലെ ആയതുകൊണ്ടാണ് കോളാർ സിസർ റൂഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡബിൾ ഓർ പർലിൻ റൂഫ്. അതായത് പർലിൻസ് ഉണ്ട്,
അതുപോലെ തന്നെ സ്പാൻ എന്ന് പറഞ്ഞാൽ 2.4 മീറ്ററിൽ കൂടുതലുള്ളതിനൊക്കെ യൂസ് ചെയ്യും. കണ്ടില്ലേ, ഹൊറിസോണ്ടലായിട്ട് കുറേ നമ്മളെ റാഫ്റ്റേഴ്സ്, മെയിൻ റാഫ്റ്റർ ഉണ്ട്. അതിന് കൂടാതെ എന്തുണ്ട്, കുറേ പർലിൻസ് പോകുന്നുണ്ട്. പർലിൻസും പോരാണ്ട് കോളാർ ബീമും ഉണ്ട് അതിനെ കണക്ട് ചെയ്തിട്ട്. കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ ഡബിൾ ഓർ പർലിൻ റൂഫ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പർലിൻസ്, ആൾസോ കാൾഡ് ആസ് റാഫ്റ്റർ ആൻഡ് പർലിൻ റൂഫ്, അങ്ങനെയും പറയും. അതിൽ ഈവ്സ് ബോർഡൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ട്രസ്സഡ് റൂഫ്, ഇഫ് സ്പാൻ ഈസ് മോർ ഫ്രെയിംവർക്ക് ഓഫ് സ്ലെൻഡർ മെമ്പേഴ്സ് ആർ യൂസ്ഡ് ടു സപ്പോർട്ട് സ്ലോപ്പിംഗ് റൂഫ്. അതായത് ഇപ്പോൾ പറഞ്ഞു സ്പാന് കൂടുതലാണെങ്കിൽ ഫ്രെയിം വർക്ക്, ഇപ്പോൾ നമ്മൾ കുറേ കമ്പികളൊക്കെ ഷീറ്റൊക്കെ ചെയ്യണില്ലേ, അങ്ങനെ സ്ലോപ്പിംഗ് റൂഫായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ട്രസ് എന്ന് പറയുക. നമ്പർ ഓഫ് ട്രസ്സസ് മേ ബി പ്ലേസ്ഡ് ലെങ്ത് വൈസ് ടു ഗെറ്റ് വാൾ ഫ്രീ ലോങ്ങർ ഹാൾസ്. അതായത് ലെങ്ത് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രസ്സസ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യുക. ഫോർ സ്പാൻ അപ് ടു 9 മീറ്റർ വുഡൻ ട്രസ്സസ് മേ ബി യൂസ്ഡ്, ബട്ട് ഫോർ ലാർജർ സ്പാൻ സ്റ്റീൽ ട്രസ്സസ് ആർ മസ്റ്റ്. 9 മീറ്റർ സ്പാന് വരെയൊക്കെ നമുക്ക് വുഡിൻ്റെ ട്രസ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ 9 മീറ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് സ്പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വുഡുമ്മ നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റീലിൻ്റെ ട്രസ് ഉണ്ടാക്കണം. ട്രസ് പറയുന്നത് നമ്മൾ ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനെയാണ് കേട്ടോ ട്രസ് എന്ന് പറയുക. കാർപ്പൻട്രി ജോയിൻസ്, ബോൾട്ട്, സ്റ്റാപ്പർ, റിവെറ്റ്, വെൽഡിങ് ആർ മെയ്ഡ് ടു കണക്ട് വേരിയസ് മെമ്പർ അറ്റ് എ ജോയിൻറ്റ്. ഈ മെമ്പേഴ്സിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾട്ടിങ് യൂസ് ചെയ്യും. ബോൾട്ട് പറഞ്ഞാൽ ബോൾട്ട് ചെയ്യുക, റിവെറ്റ് പറഞ്ഞാൽ വെൽഡ് പോലെ തന്നെയാണ് റിവെറ്റിങ്, അങ്ങനെയുള്ളതൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ എൻഡ് തട്ട് പറയുന്നത് സപ്പോർട്ട് ചെയ്യണത് വാളോ അല്ലെങ്കിൽ കോളംസോ ഒക്കെ ആയിട്ട് തന്നെയാണ് സപ്പോർട്ടും കൊടുക്കുക. ഇനി ടൈപ്പ് ഓഫ് ട്രസ്, 5 to 8 മീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്സിൽ കിങ് പോസ്റ്റ് ട്രസ്സാണ് യൂസ് ചെയ്യുക. 8 to 12 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്യൂൻ പോസ്റ്റ് ട്രസ്സാണ് യൂസ് ചെയ്യുക. പിന്നെ മൻസ ട്രസ് ഉണ്ട്, ട്രങ്കേറ്റഡ് ട്രസ് ഉണ്ട്, ബെൽഫാസ്റ്റ് ട്രസ് 30 മീറ്റർ വരെയുള്ളതൊക്കെ സ്പാനിന് യൂസ് ചെയ്യും. സ്റ്റീൽ ട്രസ് ഉണ്ട്, കോമ്പോസിറ്റ് ട്രസ് ഉണ്ട്. ഇതൊക്കെ ടൈപ്പ് ഓഫ് ട്രസ്സാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് പഠിച്ചു വെച്ചാൽ മതി. കിങ് പോസ്റ്റ് ട്രസ് കണ്ടില്ലേ, ട്രയാങ്കിൾ ആണ്, പക്ഷേ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലുള്ള ആ പോസ്റ്റിനെ കിങ് പോസ്റ്റ് എന്നാണ് പറയുക. അതായത് ഒരൊറ്റ കിങ് ആയിട്ട് നിൽക്കുകയാണ്. ടൈം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പോകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് പോകണ 2 സബ് പോസ്റ്റുകളാണത്. ക്യൂൻ പോസ്റ്റിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡിലുള്ള പോസ്റ്റ് ക്യൂന്, അതുകൊണ്ടാണ് അതിന് ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി ഫിഗേഴ്സ് നിങ്ങൾ വരച്ചു വെക്കുക, അത് പഠിച്ചും വെക്കുക. ഈ 4 ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ നോട്ട് വേണമെങ്കിൽ ഞാൻ അയച്ചു തരും ചെയ്യാം. ഓക്കെ, ഇനി ഫ്ലാറ്റ് റൂഫ്. ഫ്ലാറ്റ് റൂഫ് പറയുന്നത് പ്ലെയിൻ ഏരിയാസിൽ റെയിൻഫാൾ കുറവുള്ള ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ട് ഫ്ലാറ്റ് റൂഫ് യൂസ് ചെയ്യുള്ളൂ. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് ഫ്ലാറ്റ് റൂഫ് ആണല്ലോ വിചാരിക്കും. ഒരുപാട് കാലം ഫ്ലാറ്റ് റൂഫ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രാക്കൊക്കെ വീഴാനുള്ള ചാൻസും, അതുപോലെ തന്നെ വെള്ളം ലീക്ക് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്കേജ് ആയിട്ട് വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ തുള്ളി നിൽക്കാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. നിയർലി ഫ്ലാറ്റ് പറയുന്നത് സ്ലോപ്പ് 10 ഡിഗ്രിയിലും താഴെയുള്ളതിനെയാണ് ഫ്ലാറ്റ് എന്ന് പറയുക. ഇപ്പോൾ ട്രീറ്റഡ് വിത്ത് വാട്ടർ പ്രൂഫിങ് കെമിക്കൽസ്, അതായത് വാട്ടർ പ്രൂഫ് ആവാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കോൺക്രീറ്റ് ചെയ്തു, ആ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫ് ലെയർ കൊടുത്തു. അതിൻ്റെ മുകളിൽ സിമെൻറ്റ്, അതായത് ചൂടൊന്നും ഇല്ലാതിരിക്കും ഇൻസുലേഷന് വേണ്ടിയിട്ട്. പിന്നെ അത് ഫിനിഷ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ഫ്ലാറ്റ് ഓർ ടെറസ്ഡ് റൂഫൊക്കെ ചെയ്യാറ്. അതല്ലാതെ നമ്മൾ വെറും കോൺക്രീറ്റ് ചെയ്തിടാറും ഉണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റൂഫ് പറയുന്നത് കർവ്ഡ് റൂഫാണ്. അതായത് ആർക്ക് ടൈപ്പിലൊക്കെ കർവായിട്ടുള്ള റൂഫ് ഉണ്ടാവും. നമ്മൾ ഇപ്പം ചില ഓഡിറ്റോറിയത്തിലൊക്കെ അങ്ങനെ കർവാക്കി ചെയ്തിട്ടുണ്ടാവും. ഫാക്ടറീസിനൊക്കെ അങ്ങനെ ലാർജ് ഏരിയയൊക്കെ കവർ ചെയ്യേണ്ട ഏരിയാസിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. പിന്നെ അതുപോലെ ഡോം കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ അങ്ങനത്തെ ചെയ്യണതിനാണ് നമ്മൾ ഈ കർവ്ഡ് റൂഫ് പറയണത്. നെക്സ്റ്റ് ഫിക്സഡ് റൂഫിന് ഇപ്പം നമ്മൾ പറഞ്ഞു സ്ലോപ്പിംഗ് റൂഫിന്, അതായത് ട്രസ്സിൻ്റെ മുകളിലൊക്കെ കവർ, അതായത് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ റൂഫ് കവർ ചെയ്യും ഇല്ലേ. അപ്പോൾ ഓടൊക്കെ വെച്ച് കവർ ചെയ്യും. അതുപോലെ ഷിംഗിൾസ് ഇപ്പോൾ യൂസ് ചെയ്യണം, അങ്ങനെ ഓരോ ടൈപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യും. അതിൻ്റെയൊക്കെ സെലക്ഷൻസ് പറയണത് ക്ലൈമറ്റിനനുസരിച്ചിട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അവൈലബിലിറ്റി, മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, ഓണറിൻ്റെ അഫോർഡബിലിറ്റി, അതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ ഉണ്ടാക്കണതിൻ്റെ ഫെസിലിറ്റികളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൽ കുറച്ച് ടൈപ്പ് കവറിങ് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് താച്ച് കവറിങ് എന്ന് പറയണത്. താച്ച് എന്ന് പറയുന്ന ചീപ്പസ്റ്റ് റൂഫ് കവറിങ് ആണ്. അതായത് വൈക്കോല് കൊണ്ട് ഉണ്ടാക്കുന്ന റൂഫ് കവറിങ് ആണ്. സ്ട്രോ ഓർ റീഡ്, സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്പാൻ റെസിഡൻഷ്യൽ വില്ലേജസിലൊക്കെ ഉള്ള ചെറിയ സ്പാൻ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് വൈക്കോൽ കൂനൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക. ടൈഡ് വിത്ത് റോപ്സോ, ഒന്നെങ്കിൽ റോപ്പൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ,
സപ്പോർട്ടിംഗ് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് റൗണ്ട് ബാംബു റാഫ്റ്റേഴ്സ്. അതായത് ഇവിടെ റാഫ്റ്ററായിട്ട് യൂസ് ചെയ്യുക ബാംബുവിൻ്റെയാണ്, മുളേൻ്റെ ഇത് വെച്ചിട്ടാണ് സപ്പോർട്ടായിട്ട് കൊടുക്കണം. 4 സൈഡിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ, എന്നാലല്ലേ ഇപ്പോൾ ഇത് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് റാഫ്റ്റേഴ്സും യൂസ് ചെയ്യും. നെക്സ്റ്റ് മെറ്റീരിയൽ പറയുന്നത് ഷിംഗിൾസ് ആണ്. ഷിംഗിൾസ് പറയുന്നത് തിൻ പീസ് ഓഫ് വുഡിൻ്റെ തിൻ പീസാണ്. ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള, അതായത് കണ്ടംപററി ഹൗസിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് ഷിംഗിൾസ് പറയുന്നത്. കോമൺലി യൂസ്ഡ് ഇൻ ഹില്ലി ഏരിയാസ് ഫോർ ലോ കോസ്റ്റ് ഹൗസിങ്. ദേ ആർ വെരി പുവർ ഫയർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റൻസ്. അതായത് ഫയറിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്, അതുപോലെ തന്നെ ടെർമൈറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. നെക്സ്റ്റ് ടൈൽസ്. സാധാരണ നമ്മൾ ഓടില്ലേ, ക്ലേ ടൈൽസ് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ കോസ്റ്റ്. നമുക്ക് ലോവർ കോസ്റ്റിൽ തന്നെ ക്ലേ ടൈൽസ് അവൈലബിൾ ആണ്. ഈസിലി മാനുഫാക്ചേർഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ പൊസിഷൻ. ഈസിലി ഉണ്ടാക്കുകയും ചെയ്യുക, പ്ലേസ് ചെയ്യുകയും ചെയ്യുക. സപ്പോർട്ട് ഓവർ ബാറ്റൺസ് വിച്ച് ആർ ടേൺ ഇൻ സപ്പോർട്ടഡ് ബൈ റാഫ്റ്റേഴ്സ് ഓർ ട്രസ്. ഒന്നെങ്കിൽ ട്രസ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മളെ കഴുക്കോലിൻ്റെ മുകളിൽ ഈ ബാറ്റൺസ് പ്ലേസ് ചെയ്തിട്ട് ആ ബാറ്റൺസിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയി വയ്ക്കുക. ഗുഡ് ഇൻ്റർലോക്കിംഗ് അപ്പിയറൻസ്. നല്ല പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും, നല്ല അപ്പിയറൻസും ആണ്. അതുപോലെ സ്ലൈറ്റ്. ഗ്രേ സെഡിമെൻ്ററി റോക്ക് ദാറ്റ് ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു തിൻ ഷീറ്റ്. അതായത് സെഡിമെൻ്ററി റോക്ക് നമുക്ക് പഠിച്ചതാണ്. സെഡിമെൻ്ററി റോക്ക്, ആ സെഡിമെൻ്ററി ഗ്രേ കളറിലുള്ള സെഡിമെൻ്ററി റോക്കിനെ കട്ട് ചെയ്ത് ഡ്രസ്സ് ചെയ്തൊക്കെ എടുത്തുണ്ടാക്കുന്നതാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ഏരിയാസ് വേർ, അതായത് സ്ലേറ്റിൻ്റെ കോറീസ് നിയർ ബൈ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഹാർഡാണ്, ടഫാണ്, ഡ്യൂറബിൾ ആണ്, റഫ് ടെക്സ്ചർ ആണ്, വാട്ടർ അബ്സോർബ് ചെയ്യില്ല, നല്ല ക്ലിയർ റിങ്ങിങ് സൗണ്ട്സ് ആണ് കിട്ടുക. അടുത്തത് AC ഷീറ്റ്. AC ഷീറ്റ് പറഞ്ഞാൽ ആസ്ബറ്റോസ് സിമൻറ്റ് ഷീറ്റ്. 15% ഓഫ് ആസ്ബറ്റോസ് ഫൈബേഴ്സ് എവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് പ്രസ്ഡ് വിത്ത് സിമെൻറ്റ്. അതായത് 15% ഓഫ് ആസ്ബറ്റോസ് ഫൈബേഴ്സ് സിമെൻറ്റിനെ ആയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഈ AC ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ബോൾട്ടും വാഷേഴ്സൊക്കെ വെച്ചിട്ട് സ്റ്റീലിൽ ഫിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ, അതായത് ഇപ്പം സാധാരണ സ്റ്റീൽ വെക്കും, സ്റ്റീലിൻ്റെ മുകളിൽ ജോയിൻ ചെയ്തിട്ടാണ് ഈ ആസ്ബറ്റോസ് ഷീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നല്ല വെയിറ്റ് ആയിരിക്കും ആസ്ബറ്റോസ് ഷീറ്റിന്. ലാർജ് ഹാള്, അതുപോലെ തന്നെ ഫാക്ടറീസ്, അതുപോലെ വെയർ ഹൗസസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ ആസ്ബറ്റോസ് ഷീറ്റ് ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യുക. അടുത്തത് GI ഷീറ്റ്. GI ഷീറ്റ് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റാണ്. ഇതും സ്റ്റീൽ പർലിൻസ്, അതായത് സ്റ്റീലിൻ്റെ പട്ടികയിൽ ബോൾട്ട് ആൻഡ് വാഷേഴ്സ് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യണത്. ഗാൽവനൈസേഷൻ ഓഫ് അയൺ, അതായത് അയണിൻ്റെ ഗാൽവനൈസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ GI ഷീറ്റാണ് ഇടാറ്. കാരണം എന്താ വെച്ചാൽ ഫയർ പ്രൂഫാണ്, അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, മെയിൻ്റനൻസ് ഒന്നും അധികം ആവശ്യമില്ല. നെക്സ്റ്റ് അലുമിനിയം ഷീറ്റ്. അലുമിനിയം ഈസ് ലൈറ്റർ വെയിറ്റ്, ലൈറ്റ് വെയിറ്റ് ആണ്, ആൻറ്റി റസ്റ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട്, അതായത് പെട്ടെന്ന് തുരുമ്പിടിക്കൊന്നുമില്ല. റെസിസ്റ്റൻറ്റ് ടു റോട്ട്, ഇൻസെക്റ്റ്, ടെർമൈറ്റ് അറ്റാക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഡ്യൂറബിൾ ആണ്, ഫയർ പ്രൂഫാണ്, മെയിൻ്റനൻസ് ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, ട്രസ് അറിയണതാണ് ആ ഫിഗറിൽ, 3ാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ട്രസ്സാണ്. ആ ട്രസ് വർക്കിൻ്റെ മുകളിലാണ് നമ്മൾ ഇതേപോലെ ഷീറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. GI ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള PVC ഷീറ്റ് ആണെങ്കിലും അലുമിനിയം ഷീറ്റ് ആണെങ്കിലും ഒക്കെ അതേപോലെ ട്രസ്സാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലത്തെയാണ് ട്രസ് എന്ന് പറയുന്നത്. ഇനി PVC, പോളി വിനൽ ക്ലോറൈഡ് ഷീറ്റ്സ്. ഫ്ലെക്സിബിൾ ആണ്, ഡാം പ്രൂഫാണ്, അതായത് ഈർപ്പം നിൽക്കില്ല, ഹൈ ടെമ്പറേച്ചറുള്ള റീജിയൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഡ്യൂറബിൾ ആണ്, മെയിൻ്റനൻസ് ആവശ്യമില്ല. ഇനി GI ഷീറ്റ്സും AC ഷീറ്റ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. GI ഷീറ്റ് പറയുന്നത് തിന്നാണ്, AC ഷീറ്റ് പറയുന്നത് നോട്ട് ആസ് തിൻ. GI ഷീറ്റിൻ്റെ അത്ര തിന്നല്ല. GI ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. AC ഷീറ്റ് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഹെവിയർ ആണ്, അതായത് ഹെവി വെയിറ്റ് ആണ്. GI ഷീറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ AC ഷീറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. GI ഷീറ്റിൽ കൊറോഷൻ ഉണ്ടാവും, AC ഷീറ്റിൽ കൊറോഷൻ ഉണ്ടാവില്ല. മോർ നോയ്സി ഇഫ് സംതിങ് ഫാൾസ്, എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവും. AC ഷീറ്റിലാണെങ്കിൽ ലെസ് നോയ്സ് ആണ്. ഫയർ റെസിസ്റ്റൻസി കുറവാണ് GI ഷീറ്റിന്, എന്നാൽ ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതലാണ് AC ഷീറ്റിന്. ലെസ് റെസിസ്റ്റൻസ് ടു ആസിഡ്സ്, അതായത് ആസിഡിനായിട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറവാണ് GIക്ക്, എന്നാൽ AC ഷീറ്റിന് കൂടുതലാണ്. കോസ്റ്റ്ലിയാണ് GI ഷീറ്റ്, എന്നാൽ AC ഷീറ്റ് കോസ്റ്റ് കുറവാണ്. ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ GI ആൻഡ് AC ഷീറ്റ് എന്ന് പറയണത്. ഇനി കോമൺ ആയിട്ട് പറയാനുള്ളതാണ് നമ്മളെ RCC റൂഫ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് റൂഫ്. നേരത്തെ നമ്മൾ ഫ്ലാറ്റ് റൂഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സാധാരണ
കോൺക്രീറ്റ് വെച്ചിട്ടും ടിമ്പർ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഫ്ലാറ്റ് റൂഫ് കൊടുക്കുക. ഇത് കാരണം RCC ആണ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ്, അതായത് സ്റ്റീൽ ബാറും കോൺക്രീറ്റും ഒക്കെ ചെയ്തിട്ടുള്ള റൂഫാണ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് റൂഫ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് കംപ്രസീവ് ലോഡ് എടുക്കും, സ്റ്റീൽ അവിടുത്തെ ടെൻസൈൽ ലോഡ് റൂഫിന് മുകളിൽ, അതായത് ഫസ്റ്റ് ഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കംപ്ലീറ്റ് ലോഡും അടുത്ത സ്റ്റീൽ ബാർസ് ആണ് എടുക്കുക. റൂഫ്സ് ആർ സപ്പോർട്ടഡ് ഓവർ ബീംസ് ഓർ ലോഡ് ബിയറിംഗ് വാൾസ്, അതായത് ലോഡ് ക്യാരി ചെയ്യണ വാൾസോ അല്ലെങ്കിൽ അതിൻ്റെ ബീംസോ, ഈ റൂഫിന് താഴെയുള്ള ബീംസോ ആണ് റൂഫിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ആവാം, ക്യാൻഡിലിവേർഡ് ആവാം. യൂഷ്വലി മോണോലിത്തിക്കലി കാസ്റ്റ് വിത്ത് ബീംസ്, അതായത് സിംഗിളായിട്ടാണ് കാസ്റ്റ് ചെയ്യുക വിത്ത് ബീംസിനായിട്ട്. മേ ബി സ്ലോപ്ഡ് ഓർ ഫ്ലാറ്റ് റൂഫ്. RCCയിൽ തന്നെ സ്ലോപ്പായിട്ട്, അതായത് രണ്ട് റൂഫ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനാണ് ഗേബിൾഡ് റൂഫ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ സ്ലോപ്ഡ് ആയിട്ടും കൺസ്ട്രക്ട് ചെയ്യും, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടും നമ്മൾ റൂഫ് കൺസ്ട്രക്ട് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലാറ്റ് സ്ലാബ് കൺസ്ട്രക്ഷൻ ആണ്. ഫ്ലാറ്റ് സ്ലാബ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റ് സ്ലാബ് പറയുന്നത് ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബാണ്, സപ്പോർട്ടഡ് ഡയറക്ട്ലി ബൈ കോൺക്രീറ്റ് കോളംസ്, അതായത് കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സ് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. വിത്തൗട്ട് യൂസ് ഓഫ് ബീം, ഒരു വേറൊരു അഡീഷണൽ ബീമൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് പില്ലേഴ്സ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആ ഒരു സ്ലാബിനെയാണ് നമ്മൾ ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയുക. ഈ ഫ്ലാറ്റ് സ്ലാബിൻ്റെ 4 ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ്, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽസ്, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽസ് ആൻഡ് കോളം ക്യാപിറ്റൽ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് സ്ലാബും ഉണ്ട്. സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബിൻ്റെ, അതായത് കോളം ഉണ്ട് അതിൻ്റെ മുകളിൽ, കണ്ടില്ലേ, വെറും സ്ലാബായിട്ട് നിൽക്കണം, അതാണ് സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ഫിഗർ. മറ്റേ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ, കോളം ഉണ്ട്, ഒരു ക്യാപ്പും ഉണ്ട്. മറ്റേത് കോളം ക്യാപിറ്റലും ഉണ്ട്, ഒരു ഡ്രോപ്പ് പാനൽ, അതായത് നമ്മളെ ഫ്ലാറ്റ് സ്ലാബിൻ്റെ അടിയിലുള്ള ഒരു പാനലും ഉണ്ട്, അത് കൂടാതെ കോളവും അതിൻ്റെ ക്യാപിറ്റലും ഉണ്ട്. അതാണ് 4 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 4 മൊഡ്യൂളിൻ്റെ ഓരോ പാർട്ടാണിത്. ഫസ്റ്റ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടായിരുന്നു, പിന്നെ പെയിൻറ്റും കാര്യങ്ങളും, പിന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജി, ലാസ്റ്റ് കമ്പോണൻസ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫെറസ് മെറ്റൽ എന്താണ്, നോൺ ഫെറസ് മെറ്റൽ എന്താണെന്നുള്ളത്. അതിൻ്റെ ഒരു വോയിസ് ഞാൻ അയച്ചു തരാം, നിങ്ങളുടെ നോട്ട്സ് എഴുതി എടുത്താൽ മതി കേട്ടോ.